ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചട്നിയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് മല്ലിയിലയാണ്. മല്ലിയില കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയേക്കാളും നല്ല ടേസ്റ്റാണ്. ഇത് പൊതുവേ തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ഈ ചട്നി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചട്നി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇത് തേങ്ങ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ എത്രയാണോ ആവശ്യം അത്ര എടുക്കുക. ഇത് അരമുറി തേങ്ങയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഈ ചട്നിക്ക് ഒരു ഗ്രീൻ കളറാണ്, അപ്പോൾ പച്ചമുളക് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അത്ര എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, അരച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 3-4 കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, അത് 2-3 കഷ്ണം. പിന്നെ വേണ്ടത് കുറച്ച് കൂടുതൽ മല്ലിയില. മല്ലിയിലയാണല്ലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതുകൊണ്ട് മല്ലിയില കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സിയുടെ ജാറ് വലുതാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആദ്യമേ ഇടാം. ഇല്ലെങ്കിൽ മല്ലിയിലയും പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തേങ്ങ ഇട്ടാലും മതി. അപ്പോൾ ഞാനിതൊന്ന് ചെറുതാക്കി ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ മല്ലിയില ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. ഞാനതൊന്ന് അരച്ചിട്ട് വരാം. ഇത് അരച്ചിട്ടുണ്ട്, ഉണ്ടല്ലേ? പച്ചമുളകും മല്ലിയിലയും കൂടെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇഞ്ചി, ചെറിയ ഉള്ളി, ഇത്ര സാധനങ്ങൾ മതി ഇത് അരയ്ക്കാൻ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അരച്ചതിന് ശേഷം പിന്നീട് ആയാലും മതി. ഞാനിപ്പോൾ ചേർക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം വേണം പിന്നീട് വെള്ളം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അരയാതെ പോകും. അപ്പോൾ ഏത് ചട്നിയാണെങ്കിലും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ വെള്ളം ആദ്യം എടുത്തൊഴിച്ചാൽ തേങ്ങ അരയത്തില്ല. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കളറാണ്. ഇനി ഇതിൽ കടുക് വറുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് കടുക് വറുത്തതിന് ശേഷം ഈ ചട്നി ഉപയോഗിക്കാം. നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ തന്നെ ചെറിയ ഉള്ളി ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. കുറച്ച് ദൂരെ മാറിയിട്ടാണ് തിരക്കുന്നുണ്ട്. ഇനി ഇത് ഒഴിക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ തേങ്ങ ചൂടാവാനേ പാടുള്ളൂ. ഇപ്പോൾ ഏത് ചട്നി ഉണ്ടാക്കുകയാണെങ്കിലും തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോകാമെന്ന് പറയും. പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെള്ളവും തേങ്ങയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചട്നി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ ചൂട് ഇങ്ങനെ ചൂടാവുന്ന അനുസരിച്ചിട്ട് ആവി ഇങ്ങനെ വരുമല്ലോ, ആ സമയം തന്നെ തീ ഓഫ് ചെയ്യണം. അല്ലാതെ ഇട്ട് തിളപ്പിക്കരുത്. ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇത് ഒഴിക്കാം. കുറച്ച് വെള്ളം എടുക്കട്ടെ. ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മല്ലിയില ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നില്ല. ഇത് ഒന്ന് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് മല്ലിയില ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. മുളക് മാത്രം കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.